ഹലോ ഗായ്സ്, കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ തിരക്കല്ലായിപ്പോയി, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടാൻ കഴിയും. ഇനി നമുക്ക് വീഡിയോ ഇടാൻ കഴിയാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പാട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും എന്ന്. ഒരു കിടിലൻ കാർ ഡ്രിഫ്റ്റിംഗ് ഗെയിമായിട്ട് നമ്മളിന്ന് വന്നിട്ടില്ലേ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന വീഡിയോ ആണ് ഒരു PC കാർ ഗെയിമിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ട് ഈ ഗെയിം വേണം നിങ്ങൾ കാർന്നോ അല്ലെങ്കിൽ ഗെയിം എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഗെയിം കിട്ടാൻ പോകുക, കാരണം അതൊരു ഫേക്ക് ഗെയിമാണ്. PC മാത്രമല്ല ഗെയിമാണത്, മൊബൈലിൽ ഇറങ്ങാത്തൊരു ഗെയിമാണ്. ആ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ കുറേ ആൾക്കാർ കാർന്നും ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ കാലമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്. ഈ ഗെയിം എന്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നൂടാ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട്. ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ ഒരു കിടിലൻ ഹൈ ഗ്രാഫിക്സ് ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം ലോ എൻഡ് ഡിവൈസിൽ ഇത് നല്ല രീതിക്ക് വർക്കാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത് ഏതാ ഗെയിം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നേരെ വീഡിയോയിലോട്ട് പോവുക. അപ്പം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എന്ന് വെച്ചാൽ ആ ഗെയിമിൻ്റെ ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റിയിൽ എത്രമാത്രം ഉണ്ടെന്ന്. ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ SSR എന്നാണ്, അതായത് സ്റ്റാറ്റിക് ഷിഫ്റ്റ് റേസിംഗ് എന്നാണ്. ഒരു കിടിലൻ ഗെയിം തന്നെയാണിത്. ഇപ്പം കുറേ ആൾ ചോദിക്കും കാർ സ്ട്രീറ്റും അങ്ങനത്തെ കുറേ ഗെയിമെല്ലാം ഉണ്ട്, അതിനെക്കാട്ടി നല്ലല്ലേന്ന്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിന് 1 GB താഴെ മാത്രമേ സ്റ്റോറേജ് വേണ്ടിയുള്ളൂ. അതുകൊണ്ട് എല്ലാ ലോയിൻ്റെ ഡിവൈസും അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വർക്കാവുന്നതായിരിക്കും. നമ്മളെ കാർ സ്ട്രീറ്റിൻ്റെ എല്ലാം സൈസ് എടുത്ത് നോക്കിയാൽ ഏകദേശം 24 GB അങ്ങനെയെല്ലാം ഉണ്ടാവും. ഇത് അത്രയൊന്നും വല്ല 1 GB താഴെ ഒരു 950 MB ആ ഒരു റൗണ്ടിൽ മാത്രമേ ടോട്ടൽ സ്റ്റോറേജ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ ഗെയിമിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ അത് കണ്ടാൽ അത്യാവശ്യം ചെറുതൊന്നുമല്ല, വലിയ മാപ്പ് തന്നെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സൈഡ് ഗെയിം കളിച്ച് നേരേണ്ട സൈഡാണ്. അതുപോലത്തെ മാപ്പിൻ്റെ കുറച്ച് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം അങ്ങനെ. ഇപ്പം ഞാൻ ഗാരേജിൻ്റെ എടുക്കുന്നു. ഗാരേജ് ഇപ്പം ഞാൻ മുന്നേ കളിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് 2 വണ്ടി ഉണ്ട്. ഇതാണ് എൻ്റെ 2 വണ്ടി. അതുപോലെ തന്നെ നമുക്ക് ഈ കാറുകളെല്ലാം ഫുള്ളി മോഡിഫൈ ചെയ്തിട്ട് വേറെ തന്നെ ലുക്കിലേക്ക് നമുക്ക് മാറ്റാനും പറ്റും. അതായത് ഗെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതൊക്കെയാണ് 1 GB അടിയിൽ ഇങ്ങനത്തെ ഓപ്ഷനിലുണ്ടാകുന്ന വെച്ചാൽ വേറൊരു ഗെയിമിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ മാറ്റുന്നില്ല, ഈ കാറിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്. കസ്റ്റമൈസ് അതേപോലെ ഇപ്പം കാണുന്ന പോലെ ഈ ടയറിൻ്റെ മേലത്തെ സൈഡ് അങ്ങനെ എന്തെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഇഷ്ടം സാധനങ്ങളുണ്ട് ഇടാം. അതുപോലെ തന്നെ നമുക്ക് കാറിൻ്റെ ഈ സൈഡ് ബോർഡിൽ മാറ്റി നമുക്ക് ഒരു നല്ലൊരു ലുക്കിലേക്ക് നമുക്ക് ഈ വണ്ടി മാറ്റാൻ കഴിയും. എനിക്ക് ഈ ഗെയിമിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് ഈ കാർ കസ്റ്റമൈസേഷൻ. അത് ഇവർ അടിപൊളിയായിട്ട് ഇതിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിപ്പം കസ്റ്റമൈസ് ചെയ്തൊന്നും ഫുള്ളായിട്ട് കാണിച്ചു തരില്ല, കാരണം ഇതെല്ലാം കാണിക്കാൻ നിന്നാൽ വീഡിയോ വലുതാവും. ഇതെല്ലാം നിങ്ങൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ തന്നെ അത് നോക്കണം. ഇതെല്ലാം ഈ ഗെയിം നിങ്ങൾ ഒരിക്കലും കളിച്ച്, കാരണം അത്രയ്ക്കും കിടിലൻ ഗെയിം തന്നെയാണ് ഇത്. മാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് അവിടെ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാറിലും വാങ്ങുന്ന സ്ഥലമാണ്. അവിടെ നോക്കിയാൽ നമുക്ക് കുറേ കാറുകളുണ്ട്, കിടിലൻ കാറുകളുണ്ട്. അത് വാങ്ങിയിട്ട് നമുക്ക് കിടിലൻ പോലെ കസ്റ്റമൈസ് ചെയ്ത് നല്ല ലുക്കിലേക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ കാറുകളെല്ലാം എടുക്കാൻ നോക്കുമ്പോൾ അതിനെല്ലാം ഒരു ആനിമേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാറ് കാണാൻ പറ്റുമല്ലോ. ആനിമേഷൻ കുറേ സമയമുള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ തന്നെ എല്ലാവർക്കും എടുത്ത് നോക്കിയാൽ മതി, കുറേ കിടിലൻ കാറെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന വേറെ ഒന്നാണ് ഈ ബ്ലാക്ക് മാർക്കറ്റ് പറയുന്നത്. ഈ ബ്ലാക്ക് മാർക്കറ്റ് നമുക്ക് ഈ മോഡിഫൈ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം വാങ്ങുന്ന ഈ ബ്ലാക്ക് മാർക്കറ്റ് എന്നാണ്. അവിടെ നിന്ന് മാത്രം നമുക്ക് ഈ മോഡിഫൈ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം കിട്ടുമല്ലോ. ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വേണം നമ്മൾ പോയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഗെയിമിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗെയിമിൻ്റെ കുറച്ച് ഗെയിം പ്ലേയിൽ ഞാൻ കാണിച്ചു തരാം. വണ്ടിയിൽ ഓടിക്കുന്നത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അതായത് നമുക്ക് ഇവിടെ പോയിട്ട് വണ്ടി സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു വണ്ടിയാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ഡ്രിഫ്റ്റിങ്ങിനൊക്കെ അത്ര നല്ല വണ്ടിയൊന്നുമല്ല, ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ നല്ല വണ്ടി വെച്ചിട്ട് എടുത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗെയിമിൽ ഇപ്പം നൈറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. മോർണിംഗ് മോഡ് ഇനി ഇപ്പം അങ്ങ് വരുന്ന വിശ്വസിക്കാം. ഇപ്പം കറണ്ടിൽ നൈറ്റ് മോഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ ഈ ഗെയിമിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും.
അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ലോൻ്റെ ഡിവൈസ് വരെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കാവുന്നൊരു ഗെയിമാണ്. കാർക്ക് സ്ട്രീറ്റ് പോലെ നല്ല ഡിവൈസ് വേണമെന്നൊന്നുമില്ല. കാർക്ക് സ്ട്രീറ്റ് കിട്ടാത്തവർക്ക് കളിച്ച് നോക്കാൻ പറ്റിയ കിടിലനൊരു ഗെയിം തന്നെയാണ് ഇത്. ഇതിൻ്റെ അകത്ത് നിങ്ങളെപ്പോലെ തന്നെ വേറെ പ്ലേയേഴ്സും കളിക്കുന്നുണ്ടാവും ഒറ്റ ടൈം. പക്ഷെ നിങ്ങൾക്ക് അവരെ ഇത് ഇടിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ അവരുടെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോവുക. ഇടിച്ച് കളിക്കാനൊന്നും പറ്റത്തില്ല ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറേ മിഷനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ കാണും. എന്നൊക്കെ നമുക്ക് മിഷൻ ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനമെല്ലാം ഉണ്ട്. നമ്മളിതിപ്പോൾ ആക്ടിവേറ്റ് കൊടുത്താൽ പിന്നെ അത് മിഷൻ ആക്റ്റീവ് ആകും. ഇതേപോലെ മറ്റേ നമുക്കിപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ 2-3 സ്ഥലത്ത് മിഷൻ കാണിക്കും, ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ട്. നമുക്കിപ്പോൾ ഫസ്റ്റത്തെ മിഷൻ എന്ന് വെച്ചാൽ ഒരു പോയിൻ്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഇത്ര ടൈമിനുള്ളിൽ എത്തിച്ചേരണം എന്നാണ്. ഇതേപോലെ തന്നെ വേറെയും മിഷനെല്ലാം ഉണ്ട് നമുക്ക് ഇതിനകത്ത്. ഞാനിപ്പോൾ ഫസ്റ്റ് മിഷൻ ചെയ്തെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്ക്രീനിലെല്ലാം കാണിക്കുന്നതാണ് സ്പ്രിൻ്റ് ട്രയൽ നോട്ട്. നമ്മൾ സ്റ്റാർട്ടാവും. ഈ 3 റെഡ് എത്തിയപ്പോൾ നമുക്ക് സ്റ്റാർട്ടാവും. ഞാൻ പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചിരുന്നു. ഇതേപോലെ നമ്മൾ ഒരറ്റത്ത് നിന്ന് മറ്റേ സൈഡിലേക്ക് ഇത്ര ടൈമിനുള്ളിൽ പോകണം. ഇപ്പോൾ ഫസ്റ്റ് മിഷൻ എൻ്റെ ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ മിഷനാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റിംഗ് ആണ്. ഡ്രിഫ്റ്റിങ്ങിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പോയിൻ്റ് ഉണ്ടാവും, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. അതിനുള്ളിൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഡ്രിഫ്റ്റിംഗ് പോയിൻ്റ് കൂട്ടണം. അവരൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും ഡ്രിഫ്റ്റിംഗ് പോയിൻ്റ്. അത് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ട്രൈ എടുത്തരം അത് കംപ്ലീറ്റ് ആയിട്ട് അതുകൊണ്ട് ഞാൻ ലോസായി. നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രൈ എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ ട്രൈ അവർ പറഞ്ഞ ടാർഗറ്റ് ഞാൻ എടുത്തിന്. അതുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് ടാസ്ക് എന്ന് വെച്ചാൽ റേസിംഗ് ആയിരിക്കും. അത് ബോട്ടൊന്നും ആയിരിക്കില്ല, നമ്മളെ പോലെ കളിക്കുന്ന പ്ലെയർ തന്നെയായിരിക്കും നമ്മൾ ഓപ്പോസിറ്റും ഉണ്ടാവുക. അവർ റേസ് ചെയ്തിട്ട് നമ്മൾ ജയിക്കണം, എന്നാലും നമുക്ക് തേർഡ് മിഷൻ കംപ്ലീറ്റ് ആക്കുക. ഈ മിഷനെല്ലാം കംപ്ലീറ്റ് ആക്കിയാൽ അത്ര നമുക്ക് കോയിൻ കിട്ടില്ല. കോയിൻ കൊടുത്തിട്ടെല്ലാം വേണം നമ്മൾ കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. റേസിങ്ങിൻ്റെ ഒന്നും ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് കുറേ കൂടിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം അത്രക്കും ഒരു കിടിലൻ ഗെയിം തന്നെയാണിത്. അത് ഇതുപോലെ തന്നെ വേറെ കുറേ ഗെയിം ഉണ്ടെങ്കിൽ, അൺറേറ്റഡ് ആയിട്ടുള്ള കുറേ ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത് ഞാൻ അടുത്തൊരു കിടിലൻ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ അടുത്ത് തന്നെ വരാം. ബായ്.